UGC കരട് ഭേദഗതിക്കെതിരെ ദേശീയ കൺവെൻഷനിലൂടെ പുതിയ പോർമുഖം തുറന്ന കേരളം. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരത്തിന്മേലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റമാണ് UGC കരട് ഭേദഗതി നിർദ്ദേശങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരട് നിർദ്ദേശം പിൻവലിക്കണമെന്ന് കൺവെൻഷനിൽ പ്രമേയം പാസാക്കി. വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും കൺവെൻഷനിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങളും സർവകലാശാലകളുടെ സ്വയംഭരണാവകാശവും ഇല്ലാതാക്കുന്ന UGC കരട് നിർദ്ദേശങ്ങൾക്കെതിരെയാണ് കേരളം ദേശീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറൽ സംവിധാനത്തിന്മേലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റത്തിനെതിരെ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. The regulations can only be viewed as part of an effort to undermine democratic values in higher education and to place this sector under the control of those promoting religious and communal ideologies. This cannot be allowed to pass. കരട് നിർദ്ദേശം പിൻവലിക്കണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാനങ്ങളുടെ ഉത്കണ്ഠ നേരിട്ട് പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. അങ്ങനെ ഈ റെഗുലേഷനകത്തുള്ള ഒട്ടനവധി പ്രതിലോമകരമായിട്ടുള്ള പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ റെഗുലേഷൻ വിഡ്രോ ചെയ്യണം എന്നുള്ളതാണ് ഈ റെസല്യൂഷനിൽ ആവശ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ദേശീയ കൺവെൻഷൻ സംഘടിപ്പിച്ചതിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു. First of all, I am congratulating the state government for making such a platform in the national level, expressing our concerns. More inclusive and consultative strategy is required, one that aspects the federal structure and the particular educational demands of different regions. തെലങ്കാന, തമിഴ്നാട്, കർണാടക മന്ത്രിമാരും കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. അടുത്ത കൺവെൻഷൻ ഹൈദരാബാദിൽ ചേരുമെന്ന് തെലങ്കാന ഉപമുഖ്യമന്ത്രി ബട്ടി വിക്രമാർക മല്ലു അറിയിച്ചു. സംസ്ഥാന മന്ത്രിമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ എന്നിവരും കൺവെൻഷനിൽ പങ്കെടുത്തു. അതേസമയം കേരള, കണ്ണൂർ സാങ്കേതിക സർവകലാശാല ഉൾപ്പെടെയുള്ള വൈസ് ചാൻസലർമാർ കൺവെൻഷനിൽ പങ്കെടുത്തില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.